നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നെട്ടയം ജംഗ്ഷൻ സമീപമാണ്. നെട്ടയം ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ മാറി നമുക്ക് ഏകദേശം 5.5 സെന്റിലായിട്ട് 2300 സ്ക്വയർ ഫീറ്റുള്ള 5 ബെഡ്റൂം ഉള്ള ഒരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഈ വീട്ടിലേക്ക് നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ 2 വണ്ടി ഈസി ആയിട്ട് കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വൈഡ് ആയിട്ടുള്ള മുറ്റമാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീട് 5 വർഷമാണ് ഇതിന്റെ പഴക്കം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഇതുവരെയും പാല് കാച്ചിയോ താമസിച്ചിട്ടോ ഇല്ല. ഇത് വീട് നിർമ്മിച്ച ഓണർക്ക് നാട്ടിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഈ വീട് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 5 വർഷമായി. അപ്പോൾ പുതിയ ബ്രാൻഡ് ന്യൂ വീടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ 5 വർഷമായിട്ട് ജസ്റ്റ് കിടന്നത് കൊണ്ട് അതിൻ്റെതായ കുറച്ച് പെയിന്റിങ്ങിന്റെ വർക്കുകൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. ഈ ഡോറുകൾ കംപ്ലീറ്റും തേക്കൻ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂം, ടോട്ടൽ 5 ബെഡ്റൂമാണ്. താഴത്തെ ഫ്ലോറിൽ ഒരു കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഹോൾ ഏരിയയാണ്. ഡൈനിങ് സ്പേസും ലിവിംഗ് സ്പേസും സെപ്പറേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചൺ, വർക്ക് ഏരിയ, അതുപോലെ തന്നെ പുറത്ത് നമുക്ക് നനകല്ലൊക്കെ കെട്ടാനുള്ള സ്പേഷ്യസ് ഉണ്ട്. വർക്കിനെ എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റും വർക്ക് കഴിഞ്ഞ് കിടക്കുന്നത് തന്നെ ഒരു പുതിയ വീട് നോക്കുന്നവർക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ വീട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. മെയിൻ റോഡിൽ നിന്ന് 200 മീറ്ററാണ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 89 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴേക്കാണെന്ന നമ്പറിൽ വിളിക്കുക. ഒരു 12 സെന്റിലൊക്കെ വീട് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീട് മേടിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ അടുത്ത് തന്നെ ഈ ഓണറുടെ തന്നെ ഏകദേശം 6 സെന്റോളം സ്ഥലം നമുക്ക് വഴി ഉൾപ്പെടെയുള്ള ഒരു ഗേറ്റ് കമ്മ്യൂണിറ്റി കൺസെപ്റ്റിൽ കിടപ്പുണ്ട്. അതും കൂടി പർച്ചേസ് ചെയ്യാൻ പറ്റും. അതും കൂടി ചേർത്താണെങ്കിൽ 1.30 ആണ് ഇതിൽ ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് വീഡിയോ കണ്ടാൽ നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ വീഡിയോ ശ്രമിക്കുക.